അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എത്ര വായിച്ചാലും വിശദീകരിച്ചാലും പതിവരാതത്രത്തോളം ബഹറാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കാനും അതുപോലെ തന്നെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, തഅല്ലമുൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിക്കണമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ ആദ്യ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഓതപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് അത്യന്താപേക്ഷിതമാണ്, കൂടാതെ കഴിയില്ല. നിസ്കാരം നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഫാത്തിഹ നമ്മൾ പഠിച്ചിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് നാം മുന്നോട്ട് പോയിരിക്കണം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്നതിന്റെ അർത്ഥം. ഖുർആൻ എന്നും അതിന് പേരുണ്ട്. എന്താണ്? സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ആ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അമൂല്യമായ സ്വത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് പേരുകൾ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. സൂറത്തുൽ ഫാത്തിഹയുടെ ഏതാനും ചില പേരുകൾ നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ പേര് ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. കിതാബിന്റെ തുടക്കം, ആരംഭം എന്നാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ. ഖുർആൻ തുടങ്ങുന്നത് പരിശുദ്ധമായ ഈ സൂറത്ത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന നിലവിളി. രണ്ടാമത്തെ പേരാണ് നമ്മളൊക്കെ കേൾക്കാറുള്ള ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ്. അതുപോലെ ഉമ്മുൽ കിതാബ്, ഗ്രന്ഥത്തിന്റെ കിതാബിന്റെ മാതാവ്. അസ്സബുൽ മസാനി, ഇങ്ങനെ ഒരുപാട് പേരുകൾ ഫാത്തിഹക്കുണ്ട്. സബുൽ മസാനി, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അതിന്. അസ്സബുൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 ആയത്തുകൾ. നിരന്തരം ലോകമെങ്ങും വിശ്വാസികൾ പാരായണം ചെയ്യുന്ന 7 ആയത്തുകളാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് അസ്സബുൽ മസാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ പേരാണ് അൽ ഖുർആനുൽ അദീം. വിശുദ്ധമായ ഖുർആനിന്റെ എല്ലാ വിവരങ്ങളും ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാലാണ് അൽ ഖുർആനുൽ അദീം എന്ന പേര് ഫാത്തിഹക്ക് വരാനുള്ള കാരണം. അതുപോലെ തന്നെ ഖുർആനിന്റെ അടിത്തറ, അസാസുൽ ഖുർആൻ, ആറാമത്തെ പേരാണ് അസാസുൽ ഖുർആൻ, ഖുർആനിന്റെ അടിത്തറ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നിവേദനം ചെയ്ത ഹദീസ്. അദ്ദേഹം പറയുന്നു, ലികുല്ലി ഷൈഇൻ അസാസുൻ, സർവ്വ വസ്തുക്കൾക്കും ഒരു അടിത്തറയുണ്ട്. വ അസാസുൽ കുതുബി അൽ ഖുർആൻ, ഗ്രന്ഥങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. വ അസാസുൽ ഖുർആനി അൽ ഫാത്തിഹതു, ഖുർആനിന്റെ അടിത്തറ എന്ന് പറയുന്നതോ അൽ ഫാത്തിഹ സൂറത്താണ്. വ അസാസുൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ അടിത്തറ എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അങ്ങനെ എന്നാൽ വിശുദ്ധമായ ഖുർആന് നിനക്ക് രോഗം പിടിപ്പെട്ടാലോ അതല്ലെങ്കിൽ മറ്റു വല്ല പരാതികളുണ്ടെങ്കിലോ നീ ഫാത്തിഹയെ മുറുകെ പിടിച്ചുകൊള്ളൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തശ്ഫ. അതുകൊണ്ട് നിനക്ക് ശിഫ ലഭിക്കുമെന്ന് മുത്തനബി പറയാം. ഏഴാമത്തെ പേരാണ് ഫാത്തിഹത്തുൽ ഖുർആൻ, ഖുർആനിന്റെ തുടക്കം. അതുപോലെ എട്ടാമത്തെ പേരാണ് അശ്ശിഫ, രോഗശമനം. ഒമ്പതാമത്തെ പേരാണ് ഷാഫിയ, രോഗത്തെ ശമിപ്പിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഫീ ഫാത്തിഹത്തിൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ, ഫാത്തിഹ സൂറത്തിൽ സർവ്വ രോഗങ്ങൾക്കുമുള്ള ശമനമുണ്ട്, ശിഫാഉണ്ട് എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 10ാമത്തെ പേരാണ് അർ-റുഖിയ്യത്തു, മന്ത്രം എന്ന പേരിലും ഫാത്തിഹ സൂറത്ത് അറിയപ്പെടുന്നു.
മഹാനായിരിക്കുന്ന അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോ അവിടെയുള്ള ഒരു സ്ത്രീ നമ്മുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് ആ സ്ത്രീ നമ്മളോട് പറഞ്ഞു, ഈ ഗ്രാമത്തിലെ ഭരണാധികാരിക്ക് ഒരു പാമ്പ് കടിയേറ്റിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ആളുകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സ്ത്രീ വന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ എഴുന്നേറ്റ് പോവുകയും അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിനോട് ചോദിച്ചു, മന്ത്രം അറിയുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം അറിയുമെന്ന് പറയുകയും അദ്ദേഹം ഈ ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോവുകയും പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുകയും ചെയ്തപ്പോൾ ആ ഭരണാധികാരിക്ക് രോഗശമനമുണ്ടായി. ആ നാട്ടുകാർ അദ്ദേഹത്തിന് ആടിനെ കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ കൂടിയ മുഴുവൻ സ്വഹാബാക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പാല് നൽകുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ചോദിച്ചു, നിങ്ങൾ മന്ത്രം പഠിച്ചിട്ടുണ്ടോ, അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഞാൻ ഓതി മന്ത്രിച്ചിട്ടുള്ളൂ എന്നാണ് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത്. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു ഈ വിഷയം പറയുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഷാഫിയാണ്, രോഗശമനത്തിനുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൽ വാഫിയത്ത് എന്ന പേരുണ്ട്, പരിപൂർണമായത്, ആശയങ്ങൾ കൊണ്ട് സമ്പന്നമായ സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായും തന്നെ പാരായണം ചെയ്യണം. പകുതി പാരായണം ചെയ്തവിടെ ഓടാൻ പാടില്ല, അപ്പൊ നിസ്കാരം ശരിയാവുകയില്ല. എന്നാൽ മസ്ബൂക്കിങ്ങൾക്ക് അങ്ങനെ ഓതാം. അതല്ലാത്ത രീതിയിൽ നാം നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ പൂർണ്ണമായും ഓതേണ്ടതാണ്. അതുപോലെ തന്നെ അൽ കാഫിയ, മതിയായത് എന്ന പേരും സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. അതായത് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നിർബന്ധമായത് പൂർത്തിയാകുന്നു. എന്നാൽ മറ്റേതെങ്കിലും സൂറത്ത് പാരായണം ചെയ്താൽ ഫാത്തിഹക്ക് ലഭിക്കുന്ന ആ പകരമാവുകയില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ മാത്രമേ നിസ്കാരം എന്താകുള്ളൂ, നിസ്കാരത്തിന്റെ നിർബന്ധ ബാധ്യത വീടുകയുള്ളൂ. കാരണം എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അതുകൊണ്ട് അത് മറ്റു സൂറത്തുകൾക്കില്ല. ആ ഫാത്തിഹയ്ക്ക് പകരം വെക്കാൻ മറ്റൊരു സൂറത്തും ഖുർആനിലില്ല. അതുപോലെ തന്നെ 13ാമത്തെ പേരാണ് അസ്വലാത്ത്, നിസ്കാരം എന്ന്. നിസ്കാരം എന്നാണ് അർത്ഥമെങ്കിലും നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന നിർബന്ധമായ സൂറത്തായതുകൊണ്ടാണ് ഈ പേര് ലഭിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ സൂറത്തുൽ ഹംദ്, സ്തുതിയുടെ സൂറത്ത്, സൂറത്തുൽ ശുക്ർ, നന്ദിയുടെ സൂറത്ത്, അതുപോലെ സൂറത്തുൽ ദുആ, പ്രാർത്ഥനയുടെ സൂറത്ത്, സൂറത്തുൽ കൻസ്, നിധിയുടെ സൂറത്ത് എന്ന പേരിലൊക്കെ സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നു. 18ാമത്തെ പേരാണ് സൂറത്തുൽ തഅലീമുൽ മസ്അല, ചോദിക്കാൻ പഠിപ്പിക്കുന്ന സൂറത്ത്. ആദ്യം അല്ലാഹുവിന്റെ വഹയുകൾ എല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ മുഴുവൻ സ്തുതികീർത്തനങ്ങളും അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ മുഴുവനും പറഞ്ഞതിന് ശേഷമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ നീ നിർമ്മാർഗ്ഗത്തിലാക്കണമേ എന്ന് ചോദിക്കുന്നു. ഈ രൂപത്തിലാണ് ചോദിക്കേണ്ടത്. സൂറത്തു സുആൽ, ചോദ്യത്തിന്റെ സൂറത്ത്, സൂറത്തുൽ നൂർ, പ്രകാശത്തിന്റെ സൂറത്ത്, സൂറത്തുൽ മുനാജ, അല്ലാഹുവുമായുള്ള അഭിസംബോധന ചെയ്യുന്ന സൂറത്ത്, സൂറത്തുൽ തഫ്വീർ, സമർപ്പണം നൽകപ്പെടുന്ന സൂറത്ത്. ഇങ്ങനെ 22ഓളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നൽകപ്പെട്ടു. ഇനിയും പല പേരുകളും രേഖപ്പെടുത്തിയതായി കിതാബുകളിൽ കാണാം. ഇങ്ങനെ പല നാമങ്ങളും സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. ഈ നാമങ്ങളൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഒരാൾക്ക് പേര് കൂടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്ന സംഭവമാണ്. പേര് കൂടിയാൽ മഹത്വം കൂടുക. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ മഹത്വങ്ങളുള്ള സൂറത്താണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഫാത്തിഹയാണ്. قال رسول الله صلى الله عليه وسلم والذي نفسي بيده أنزلت في التوراة ولا في الإنجيل ولا في الزبور ولا في الفرقان مثلها وإنها 7 من المثاني والقرآن العظيم الذي أعطيته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അള്ളാഹു തന്നെയാണ് സത്യം. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഖുർആനിലോ വിശുദ്ധമായ ഖുർആനിലോ ഒന്നും തന്നെ ഫാത്തിഹയെ പോലെയുള്ള മറ്റൊരു സൂറത്തും തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മുത്തനബികൾ പറയുകയാണ്. മാത്രമല്ല ഇന്നഹാ സബ്ഉൻ മിനൽ മസാനി വൽ ഖുർആനുൽ അദീം അല്ലദീ അഅതൈതുഹു, ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 ആയത്തുകളാണ്, അത് എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനുൽ അദീമാണ് എന്ന പേരുള്ള സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് മുത്തനബികൾ പഠിപ്പിക്കുകയാണ്. ഓരോ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. 17 റക്അത്തുകളിൽ 17 തവണ ഫാത്തിഹ ഓതാതെ ഒരു നിസ്കാരവും തന്നെ ശരിയാവുകയില്ല. ലാ സ്വലാത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ല എന്നാണ് മുത്തനബികൾ പഠിപ്പിച്ചത്. ഫാത്തിഹ ഓതാതെ ഒരാളുടെയും നിസ്കാരം ശരിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹയുടെ മഹത്വം അത്രയും വലുതാണ് മുത്തനബികൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിലെ ആദ്യ അധ്യായത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ തന്നെ സാധ്യമല്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു كنت أصلي في المسجد فدعاني رسول الله صلى الله عليه وسلم فلم أجبه فقلت يا رسول الله إني كنت أصلي فقال ألم يقل الله استجيبوا الله والرسول إذا دعاكم. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിസ്കരിക്കുകയായിരുന്നു, എന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, ഞാൻ ഉത്തരം ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുകയായിരുന്നു എന്ന് മുത്തനബിയോട് പറഞ്ഞു. നബിയെ, അതുകൊണ്ടാണ് അങ്ങ് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റാതിരുന്നത് എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ചോദിച്ചു, അള്ളാഹുവിനും അവന്റെ റസൂലും നിങ്ങൾ ഉത്തരം ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ എന്ന് അദ്ദേഹത്തിനോട് അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. പിന്നെ എന്താണ് നിങ്ങൾ ഉത്തരം ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ, ഫർദ് നിസ്കാരത്തിലാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്തിരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നീട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചിങ്ങനെ കൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ, നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമായപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പായി ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹയാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് കാണാം. അപ്പൊ ഖുർആനിന്റെ ഏറ്റവും വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ നിസ്കാരത്തിലും മറ്റുമൊക്കെ നാം ഓതിപ്പോവുകയാണ്. ജീവിതത്തിൽ നിയമമില്ലാതെ ഓതിപ്പോകുന്ന രീതിയിലുള്ള ഓത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ ശബ്ദങ്ങളും മദ്ദുകളും അതുപോലെ അക്ഷരങ്ങളും തന്നെ തെറ്റാത്ത രീതിയിൽ ആണ് നാം ആ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് ഓതേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി തജ്വീദോടുകൂടി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് തജ്വീദുമായി ബന്ധപ്പെട്ട് ഫാത്തിഹയുടെ ഓരോ ആയത്തിന്റെയും അർത്ഥവും അതിന്റെ വ്യാപ്തിയും മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു പരിപൂർണമായ ഖൈറും ബറക്കത്തും എത്തിയിട്ട് നൽകുമാറാകട്ടെ.